Hello, welcome to Hacker Marketing School. As you all know, over time social media ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള യൂസർ ബിഹേവിയർ ആണ്. കോൺസ്റ്റന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന അൽഗോരിതംസ്, കോണ്ടന്റ് ഓവർലോഡ്, പിന്നെ പ്ലാറ്റ്ഫോം ഷിഫ്റ്റ്, ഇതെല്ലാം ഈ യൂസർ ബിഹേവിയറിന്റെ ചേഞ്ചസിന്റെ എക്സാമ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, എന്ത് തരം ഡിസിഷൻസ് എടുക്കുന്നു എന്നൊന്നും നമുക്ക് യാതൊരു വിധത്തിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഇവോൾവ് അക്കോർഡിംഗ്ലി. അങ്ങനെ ഇരിക്കെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് പോയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസോ സോഷ്യൽ മീഡിയ ട്രെൻഡ്സിനോ ഇനിയുള്ള കാലം പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 സക്സസ് ആവാൻ സാധ്യതയുള്ള 7 സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ട്രെൻഡ് നമ്പർ 1, ഓൺ പ്ലാറ്റ്ഫോം കൺവേർഷൻ വിൽ എക്സ്പ്ലോഡ്. ഒരുപാട് കാലം നിങ്ങളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ മോഡൽ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടുക, പിന്നെ ഡിജിറ്റൽ ഡോർവേ ആയിട്ട് നിങ്ങളുടെ ബയോയില് ലിങ്ക് ഇൻസെർട്ട് ചെയ്യുക, ഓർ വിസിറ്റ് ഒരു വെബ്സൈറ്റ് ബൈ നൗ എന്നുള്ള CTS പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബട്ട് ഈ എൻറ്റയർ മോഡൽസിന് ബദലായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒരു കംപ്ലീറ്റ് സെയിൽസ് എക്കോസിസ്റ്റമായി നിലവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ആഡ് ഒരു യൂസറിനെ ഹുക്ക് ചെയ്യുന്നത് മുതൽ അത് പർച്ചേസ് ചെയ്യുന്നത് വരെ, അതായത് അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇത് പറയുമ്പോൾ ഒരു കസ്റ്റമറിന് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതില്ല, ഒരു ലിങ്കിൽ കയറേണ്ടതില്ല, ലിങ്ക് ടു ലിങ്ക് മാറി മാറി ക്ലിക്ക് ചെയ്യേണ്ടതില്ല. സ്റ്റാർട്ട് ടു ഫിനിഷ് ആ കസ്റ്റമറിന് വേണ്ട എല്ലാ സർവീസസും ലഭ്യമാണ്. ഇതുപോലെ ഈ മോഡൽസ് യൂസ് ചെയ്ത് ലീഡ് ഫോം ചെയ്യുന്നതിലും ലീഡ് കൺവേർട്ട് ചെയ്യുന്നതിലും ഫേസ്ബുക്ക് ആഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. 2025 ഷോപ്പിഫൈയുടെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ്സ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെയും ടിക്ടോക്കിലെയും നേറ്റീവ് ചെക്ക്, അതായത് ആപ്പ് ത്രൂ ഉള്ള പർച്ചേസ് മുതൽ പേയ്മെന്റ് വരെയുള്ള പ്രോസസ്സിന്റെയും ഇതുപോലെയുള്ള സോഷ്യൽ കൊമേഴ്സ് സ്റ്റോർ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സിന്റെയും ലീഡ് കൺവേർഷൻ 20 to 40% ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ നിങ്ങൾക്കൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രൗസറിലും കയറേണ്ടതില്ല. നിങ്ങൾ ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് കാണുന്നു, ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു. സംഭവം സിമ്പിൾ. 2026 സക്സസ്ഫുള്ളി ഒരു ബിസിനസ് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ കുറേ വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പകരം ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ ലീഡ് കൺവേർഷൻ ടാറ്റിക്സ് നല്ല രീതിയിൽ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രം മതി. ഇതിലൂടെ എളുപ്പത്തിൽ ലീഡ്സ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും സർവീസ് ബേസ്ഡ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. വെബ്സൈറ്റിലേക്ക് കയറി ചെല്ലാതെ തന്നെ ഫേസ്ബുക്ക് ആഡ്സ് വഴി ലീഡ്സ് ക്യാപ്ചർ ചെയ്യുന്നത് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അത് മാത്രമല്ല, വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ടാക്കുന്നതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഒരു പ്രോസസ്സ്. ബിക്കോസ് ആളുകൾ ഏറ്റവും കൂടുതൽ നേരം ഈ പ്ലാറ്റ്ഫോമുകളെ റിലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആഡ്സ് അവരിലേക്ക് പെട്ടെന്ന് റീച്ച് ആക്കാനും അവരെ ക്ലിക്ക് ഔട്ട് ഓപ്ഷനിൽ കൂടെ അല്ലെങ്കിൽ ക്ലിക്ക് ഓപ്ഷനിലൂടെ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇഫ് യു വാണ്ട് ടു ബി അപ്ഡേറ്റഡ്, ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് വൺ, ഇന്റഗ്രേറ്റ് വിത്ത് പ്ലാറ്റ്ഫോം നേറ്റീവ് കൊമേഴ്സ് ടൂൾസ്. നിങ്ങളിപ്പോൾ ഷോപ്പിഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ടിക്ടോക്ക് ഷോപ്പ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് എല്ലാം ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്തതാ. ആൻഡ് ഡയറക്ട്ലി സോഷ്യൽ ചെക്ക്ഔട്ട് സിസ്റ്റം ഇപ്പൊ തന്നെ കണക്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ഒപ്റ്റിമൈസ് യുവർ CTS ഫോർ ഓൺ പ്ലാറ്റ്ഫോം കൺവേർഷൻസ്. എന്ന് വെച്ചാൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് പോലുള്ള CTS ഒഴിവാക്കുക. പകരം നേറ്റീവ് ചെക്ക്ഔട്ട് ബട്ടൺസോട് കൂടെ ഷോപ്പ് നൗ, ബൈ ഹിയർ പോലുള്ള CTS പ്ലേസ് ചെയ്യുക. ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഷോർട്ട് വീഡിയോസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സർവീസസ് ആളുകളിലേക്ക് എത്തിക്കാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ആൻഡ് ഇതുവഴി വരുന്ന കസ്റ്റമർ ക്വയറീസ് സോർട്ട് ചെയ്യാനും അവരെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിനി ചാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിലൂടെയെല്ലാം ഒരു നല്ലൊരു ക്ലയന്റ് മാനേജ്മെന്റ് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. തേർഡ് വൺ, റീഡിസൈൻ യുവർ സോഷ്യൽ ഫണൽസ്. നിങ്ങളുടെ ആഡ്സ്, പ്രോഡക്റ്റ് പേജ്, പിന്നെ ചെക്ക്ഔട്ട്സ്, ഇതെല്ലാം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫുൾ പൊട്ടൻഷ്യലോട് കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ബിക്കോസ് ഓൺ പ്ലാറ്റ്ഫോം കൺവേർഷൻസ് നടത്തുന്ന ബ്രാൻഡുകൾക്ക് മാത്രമേ 2026 സോഷ്യൽ കൊമേഴ്സ് റവന്യൂ നല്ല രീതിക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ പണികളെല്ലാം ഇപ്പൊ തന്നെ തുടങ്ങിക്കും. ആൻഡ് ഈ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ എങ്ങനെ എത്തിക്കുമെന്നുള്ള ഡൗട്ട് ആണെങ്കിൽ ഞങ്ങൾ ഹാക്കർ മാർക്കറ്റിംഗ് സ്കൂളിന്റെ 2-month ഓൺലൈൻ സോഷ്യൽ മീഡിയ മാസ്റ്ററി വിത്ത് AI ഇന്റഗ്രേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ മുൻപേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ട്രെൻഡ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. ട്രെൻഡ് നമ്പർ 2, യൂസർ കൺട്രോൾ ഫീഡ്സ് ആർ ടേക്കിംഗ് ഓവർ.
അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ എൻഗേജ്മെന്റ് പാറ്റേൺസ് അനുസരിച്ചാണ് നമ്മുടെ ഫീഡ് ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കോണ്ടന്റ് ഓവർലോഡ് കാരണം കൊണ്ട് ആളുകൾക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന പരിപാടി ഏറെക്കുറെ മടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ ഫീഡ് നമുക്ക് തന്നെ കോണ്ടന്റ് കാറ്റഗറീസും ഹോം ഫീഡും എല്ലാം ട്യൂൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ബ്രാൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ റീച്ച് കുത്തനെ ഇടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 2025 ജനുവരിയിൽ ആൽഗോരിതം കൺട്രോൾ ടൂൾസ് ഓപ്ഷനായി കൊണ്ടുവന്ന ഇൻസ്റ്റാഗ്രാം സെപ്റ്റംബറോടെ നമുക്ക് ആവശ്യമുള്ള കോണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഒരു മേജർ അപ്ഡേഷനായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻസ്റ്റാഗ്രാമിന്റെ തലവൻ ആഡം മുസേറി അറിയിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു യൂസറിന്റെ ഫീഡിലേക്ക് യൂസ്ലെസ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് പോകുന്നതെങ്കിൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് ട്യൂൺ ചെയ്യാം. അതുകൊണ്ട് അവരുടെ പ്രിഫറൻസ് ട്യൂണിങ് പ്രകാരം നിങ്ങളുടെ ബ്രാൻഡിന്റെ കോണ്ടന്റ് മേ ബി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാം. സോ വാട്ട് ടു ഡു? ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് കോണ്ടന്റ് ദാറ്റ് പീപ്പിൾ ആക്റ്റീവ്ലി വാണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇനി മുതൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ആൽഗോരിതത്തിനോടല്ല, മറിച്ച് ഇന്റൻഷനലി അറ്റൻഷനോടാണ്. അതായത് ആളുകൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വാല്യൂ കോണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് വൈറൽ ഹിറ്റിനേക്കാളും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ യൂസേഴ്സിനെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് വൺ, ഡൈവേഴ്സിഫൈ യുവർ കോണ്ടന്റ് തീം. ബോറിംഗ് കോണ്ടന്റുകൾ ഉണ്ടാക്കാതിരിക്കുക, ആളുകളെ ബോറടിപ്പിക്കാതിരിക്കുക. ബിക്കോസ് യൂസേഴ്സ് അവരുടെ പ്രിഫറൻസ് സെറ്റിംഗ്സിൽ നിന്നും നിങ്ങളെ ചവിട്ടി പുറത്താക്കാനുള്ള പോസിബിലിറ്റി ഇസ് വെരി ഹൈ. സോ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യുക. ട്രെൻഡ് നമ്പർ 3, ലോങ് ഫോം വീഡിയോ ഈസ് മേക്കിംഗ് എ കംബാക്ക്. 2020 ടിക്ടോക്ക് ബാൻ ചെയ്തതിനു ശേഷം മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഡോപ്പമിൻ ഡ്രിവൻ ആയിട്ടുള്ള ഷോർട്ട് ഫോം വീഡിയോസ് ഫോർമാറ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങി. ആൻഡ് ഈ ഒരു ഷോർട്ട് ഫോം വീഡിയോസ് അബണ്ടൻസ് കാരണം കൊണ്ട് ആളുകളെ വലിയ രീതിയിൽ സൈക്കോളജിക്കലി എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്സ്കിലിസ്റ്റിന്റെ 2025 പഠനങ്ങൾ പ്രകാരം ഷോർട്ട് ഫോം വീഡിയോസിനേക്കാളും 10 ഇരട്ടി വ്യൂസും 5 ഇരട്ടി മീനിങ് ആയിട്ടുള്ള കോമന്റുകളും ലോങ് ഫോം വീഡിയോസിന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഇതിനായി സോഷ്യൽ വാച്ച് ടൈമിന്റെ 50% ഗ്ലോബലി ഹോൾഡ് ഉള്ള യൂട്യൂബിനെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് പോലുള്ള ആപ്പുകൾ 10 മിനിറ്റിന് താഴെയുള്ള അപ്ലോഡ് അലോ ചെയ്യുമ്പോൾ പല ബ്രാൻഡുകളും അവരുടെ സ്റ്റോറി ഒരു മൈക്രോ സീരീസ് മോഡിൽ പറയുന്നുണ്ടെങ്കിലും അറ്റ് ആൻ എക്സ്റ്റെന്റ് ഇറ്റ്സ് ഓക്കെ, ഒരു യൂസ്ഫുൾ ആണ് കുറച്ചൊക്കെ. പക്ഷെ ചില സമയത്ത് അത് തെറ്റായ ഒരു ബ്രാൻഡ് പൊസിഷനിങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിലവൻറ്റ് ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്ക് ഓഡിയൻസിനോട് പറയണമെന്നുണ്ടെങ്കിൽ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോങ് ഫോം വീഡിയോ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഇപ്പോഴും ഷോർട്ട് ഫോം വീഡിയോസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് വൺ, എക്സ്പെരിമെന്റ് വിത്ത് ലോങ്ങർ ഫോർമാറ്റ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാം റീല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 3 to 5 minutes ഉള്ള വീഡിയോസ് എല്ലാം ട്രൈ ഔട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ക്രിയേറ്റ് സെഗ്മെന്റഡ് കോണ്ടന്റ്സ്. അതായത് TV ഷോസ് ഒക്കെ പോലെയുള്ള സംഭവങ്ങളില്ലേ, അടുത്ത എപ്പിസോഡ് എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നിർത്തുന്ന സംഭവം, ആ ഒരു രീതിയിലുള്ള നറേറ്റീവ്സ് സെറ്റ് ആക്കുക. തേർഡ് വൺ, പ്രയോറിറ്റൈസ് റിട്ടൻഷൻ ഓവർ വൈറലിറ്റി. പ്ലാറ്റ്ഫോം ആക്ച്വലി നമുക്ക് റിവാർഡ് ചെയ്യുന്നത് വ്യൂസ് അല്ല, മറിച്ച് വാച്ച് ടൈം ആണ്. ഫോർ എക്സാമ്പിൾ, 40% റിട്ടൻഷൻ ഉള്ള 30 സെക്കൻഡ് വീഡിയോനേക്കാളും 35% റിട്ടൻഷൻ ഉള്ള 5 minutes വീഡിയോന് വാലിഡിറ്റി ഉണ്ട്. സോ റിട്ടൻഷൻ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വൈറാലിറ്റി. ട്രെൻഡ് നമ്പർ 4, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ആർ ബിക്കമിങ് സെർച്ച് എൻജിൻസ്. ഓഫ് ലേറ്റ് ആളുകളുടെ സെർച്ച് ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗൂഗിളിനേക്കാൾ അവരിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. സോ SEO ഗൂഗിളിനെ തന്നെയാണ് ഇപ്പോഴും റിലേ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി ഇല്ലാണ്ടാക്കാൻ നല്ല സാധ്യതയുണ്ട്. ഡാറ്റാസ് പറയുന്നത് 64% ജെൻസീസും ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്ടോക്ക് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ആൻഡ് 40% ഓഫ് US കസ്റ്റമേഴ്സ് അവരുടെ പ്രൈമറി സെർച്ച് റിസോഴ്സ് ആയിട്ട് ടിക്ടോക്കിനെ കാണുന്നുണ്ട്. WARC പ്രകാരം 40% ഓഫ് ജെൻസീസ് ആർ യൂസിങ് ടിക്ടോക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോർ ദെയർ പ്രോഡക്റ്റ് ക്വയറീസ്. ഒരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കണമെങ്കിൽ അവർ ടിക്ടോക്ക് യൂസ് ചെയ്യും. ഒരു സ്കിൻ കെയർ നോക്കാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ യൂട്യൂബ്. ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം വീഡിയോ ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻ, കോമൻസ്, ഈവൻ സ്പോക്കൺ വേർഡ്സ് എല്ലാം ഇൻഡെക്സ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്രിയേറ്ററിന്റെ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സെർച്ച് കീവേഡ്സ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാം. ഇത് നിങ്ങളുടെ പേജിലേക്ക് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. സോ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും സെർച്ച് ഒപ്റ്റിമൈസേഷൻ
അഷ്യൂർ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ ടൈറ്റിൽ, കോമൻറ്റ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം കീവേഡ്സ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, സെർച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഇൻ കേസ് കീവേഡ് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ യുവർ ബ്രാൻഡ് വിൽ ബി അറ്റ് സ്റ്റേക്ക്. അതിനാൽ വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ SEO എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടാർഗറ്റ് എവറി പോസ്റ്റ് ലൈക്ക് SEO. ഗൂഗിളിൽ നമ്മൾ കീവേഡ്സ് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ പോസ്റ്റിൻ്റെയും കമൻസ്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ എല്ലാം കീവേഡ്സ് വെച്ച് സെറ്റ് ചെയ്യണം. അതായത് ടാർഗറ്റ് ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് വെച്ച് സെറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, റിസർച്ച് വാട്ട് പീപ്പിൾ ആർ ആക്ച്വലി സെർച്ചിങ് ഫോർ ഓൺ ഈച്ച് പ്ലാറ്റ്ഫോം. അതായത് ആളുകൾക്ക് എന്താണോ വേണ്ടത്, ആളുകൾ അത്ര ക്യൂരിയസ് ആയിട്ട് എന്ത് ടൈപ്പ് ഓഫ് കോണ്ടന്റുകളാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ആസ് എ റിസൾട്ട് അങ്ങനത്തെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. തേർഡ് വൺ, ഒപ്റ്റിമൈസ് ഫോർ ഡിസ്കവറബിലിറ്റി, നോട്ട് ജസ്റ്റ് എൻഗേജ്മെന്റ്. അതായത് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകളെ എൻഗേജ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു യൂസർ കോണ്ടന്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടന്റ് ഈസിലി ആക്സസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണം. അതായത് സെർച്ച് റാങ്കിങ്ങിന്റെ ഫസ്റ്റ് പൊസിഷനിൽ നിങ്ങളുടെ കോണ്ടന്റ് ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. ട്രെൻഡ് നമ്പർ 5, എക്സ്പെർട്ട് പേഴ്സണൽ ബ്രാൻഡ്സ് ആർ റീപ്ലേസിങ് ഇൻഫ്ലുവൻസേഴ്സ്. ഒരുപാട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് കുറേ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ബ്രാൻഡ്സ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുക അല്ലെങ്കിൽ കൊളാബ് അടിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു സംഭവം ഒരുപാട് ആൾക്കാരും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതാത് ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതാത് നീഷിലെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു ട്രെൻഡ് ഏറെക്കുറെ ചത്ത് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 2026 മുതൽ ഈ ഇൻഫ്ലുവൻസറിനേക്കാളും ബ്രാൻഡ്സ് ഫോക്കസ് ചെയ്യുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള എക്സ്പേർട്സിനാണ്. ആക്ച്വലി ലിങ്ക്ഡിന്റെയും തിങ്കേഴ്സ് 360യുടെയും റിപ്പോർട്ട്സ് പ്രകാരം എക്സ്പേർട്ട് ലെഡ് പേഴ്സണൽ ബ്രാൻഡിന്റെ ഡിമാൻഡ് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നീഷിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററിനെയാണ് ഓരോ ബ്രാൻഡ്സും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നീഷിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു up to 50K ഫോളോവേഴ്സ് ഉള്ള ഒരു ക്രിയേറ്ററിനെ എടുത്താലും മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിനെ എടുത്താലും അതോറിറ്റി കൂടുതൽ ഈ 50K ആയിരിക്കും. സോ ഇതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രെൻഡ് നമ്പർ 6, ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് ആർ ഡൈയിങ്. കുറച്ചു കാലം മുമ്പ് വരെയുള്ള ട്രെൻഡ് ആയിരുന്നു AI പേഴ്സണാലിറ്റീസ്, ഡിജിറ്റൽ അവതാർസ് പോലുള്ള ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇനി ഭാവി ഭരിക്കാൻ പോകുന്നത് എന്നുള്ള വാദം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ഇല്ല. ബിക്കോസ് ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ജെന്യുവൻ ആയിട്ടുള്ള ഒത്തന്റിക് ഹ്യൂമൻ കണക്ഷൻസ് തന്നെയാണ്, അല്ലാതെ ഇതേപോലെയുള്ള സിന്തറ്റിക് പെർഫെക്ഷൻസിനെ അല്ല. ഇങ്ങനെയുള്ള സിന്തറ്റിക് പേഴ്സണാലിറ്റീസ് ഒരു ബ്രാൻഡിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. മേ ബി അറ്റ് ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് മൈ ബി ഹെൽപ്ഫുൾ, ബട്ട് അൾട്ടിമേറ്റ്ലി വി ആർ ഹ്യൂമൻസ് ഹു ഓൾവേസ് ഡെസ്പറേറ്റ് ഫോർ എ ഒത്തന്റിക് സോഴ്സസ്. ആൻഡ് നിങ്ങളുടെ ബ്രാൻഡിന് ഓഡിയൻസ് ആയിട്ട് ഒരു ജെന്യുവൻ കണക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ഇൻവെസ്റ്റിംഗ് ഇൻ വിർച്വൽ ഇൻഫ്ലുവൻസേഴ്സ്. കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ പോകുന്നില്ല. ആൻഡ് സംടൈംസ് ബ്രാൻഡും ഓഡിയൻസുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ അത് ഫെയിൽ ആവുന്നുമുണ്ട്. സെക്കൻഡ് വൺ, ഡബിൾ ഡൗൺ ഓൺ റിയൽ ഒതന്റിക് ക്രിയേറ്റേഴ്സ്. അതായത് നിങ്ങളുടെ കോണ്ടന്റ് എത്രത്തോളം ഒതന്റിക് ആണോ, എത്രത്തോളം റിലേറ്റബിൾ ആണോ, അത്രത്തോളം ബ്രാൻഡ് പെർഫോമൻസും കൂടുന്നു. സോ ക്രിയേറ്റ് കോണ്ടന്റ് ദാറ്റ് ട്രൂലി ഫീൽസ് ഹ്യൂമൻ. Third one, focus on emotional connections, not just aesthetics. As always, ആളുകളുമായി കണക്ട് ആവുന്ന അല്ലെങ്കിൽ അവരെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ദർ ഈസ് ഓൾവേസ് എ ചാൻസ് ടു വിൻ. ട്രെൻഡ് നമ്പർ 7, സോഷ്യൽ ഫാറ്റിഗ് ആൻഡ് ദ ക്വാളിറ്റി റിസെറ്റ്. നിരന്തരമായുള്ള സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് കാരണം കൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡും ആണ്, ഡിസ്ട്രാക്റ്റഡും ആണ്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് എൻഗേജ്മെന്റ് നിലനിർത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ക്രോപ്പിംഗിന്റെ 2025 സ്റ്റഡീസ് പ്രകാരം ജെൻസീസിന്റെ സോഷ്യൽ മീഡിയ യൂസേജ് കോണ്ടന്റ് സാച്ചുറേഷൻ കാരണം കൊണ്ട് വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡോപ്പമിൻ റൈസ് നമുക്ക് അവിടെ കാണപ്പെടാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ലോങ് ടൈം എനർജി ഒന്നും ഈ ജങ്ക് ഫുഡ്സിൽ നിന്ന് നമുക്ക് കിട്ടൂല. ഇത് തന്നെയാണ് കോണ്ടന്റിന്റെ കേസിലും വരുന്നത്. ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന ക്വാളിറ്റിയിലും വാല്യൂയിലും പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടന്റുകൾക്ക് മാത്രമേ ആളുകളുടെ ഇടയിൽ ഡിമാൻഡ് ഉള്ളൂ. ഇവിടെയാണ് ക്വാളിറ്റി ക്വാണ്ടിറ്റിയെ ബീറ്റ് ചെയ്യുന്നത്. ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് 10 സ്ക്രാപ്പ് കോണ്ടന്റുകളെ ഔട്ട്ഫോം ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓഡിറ്റ് യുവർ കോണ്ടന്റ് ഫോർ സബ്സ്റ്റൻസ്. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റ് ഓഡിയൻസിനെ ഇൻസ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന
കൈൻഡ് ഓഫ് കോണ്ടന്റുകളാണ് എന്നുള്ളത് അസസ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, പ്രയോറിറ്റൈസ് ഡെപ്ത് ഓവർ ഫ്രീക്വൻസി. 10 മോഡറേറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ വീക്ക്ലി പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ 2 ഇൻഡെപ്ത് ആയിട്ടുള്ള കോണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഫൈനൽ വൺ, ഫോക്കസ് ഓൺ നറേറ്റീവ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഇനി മുതൽ എന്നല്ല, ഇനി എല്ലാ കാലത്തും കമ്പല്ലിംഗ് ആയിട്ടുള്ള നറേറ്റീവ്സിനും സ്റ്റോറി ടെല്ലിങ്ങിനുമാണ് പ്രസക്തിയുള്ളത്. 2026 നിങ്ങളുടെ ബ്രാൻഡിന്റെ വളർച്ച ആശ്രയിച്ചിരിക്കുന്നത് ഒരു കോണ്ടന്റിന് പുറമെ അത് എന്ത് തരം മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിലാണ്. സോ വിത്തിൻ എ ബ്ലിങ്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിൽ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ ട്രെൻഡ്സുകളിൽ നിങ്ങളുടെ ബ്രാൻഡ് എത്രത്തോളം എക്സ്പെർട്ടൈസ് ചെയ്യുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ബ്രാൻഡും ഓഡിയൻസുമായിട്ടുള്ള കണക്ഷൻ റീഡിഫൈൻ ചെയ്യും. സോ ബ്രാൻഡ്സ് ദാറ്റ് അഡാപ്റ്റ് ടു ഓൾ ദീസ് ട്രെൻഡ്സ് വിൽ ഡോമിനേറ്റ് ദെയർ മാർക്കറ്റ് ഇൻ 2026. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് വഴി ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. വി വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ആൻഡ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിലൊന്ന് ജോയിൻ ചെയ്താൽ ശരിയാവും. അതായത് 2 month ഓൺലൈൻ സോഷ്യൽ മീഡിയ മാസ്റ്റർ വിത്ത് AI ഇന്റഗ്രേഷൻ പ്രോഗ്രാം. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, സൈനിങ് ഓഫ്.